ശ്രീരാമചന്ദ്രൻ പൂർണ്ണതയിലേക്ക് അടുത്തു നിൽക്കുന്നതാണ് എങ്കിലും അപൂർണനാണ്. ശ്രീരാമചന്ദ്രന്റെ 1-2 അപൂർണതകളെ നമുക്ക് എടുത്തൊന്ന് വിശകലനം ചെയ്യാം. ശ്രീരാമചന്ദ്രൻ തന്റെ അച്ഛന്റെ വാക്കു പാലിക്കാനാണ് വനവാസത്തിനായിട്ട് പുറപ്പെട്ടു പോകുന്നത്. ശ്രീരാമചന്ദ്രൻ തന്റെ അച്ഛൻ ആർക്കു കൊടുത്ത വാക്കു പാലിക്കാനാണ് എന്നൊരു ചോദ്യം ആരും ചോദിക്കാതെ വിട്ടുകളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീരാമചന്ദ്രന്റെ പിതാവായ ദശരഥ മഹാരാജാവ് തന്റെ പത്നിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ കാട്ടിൽ പോകുന്നത്. ഇതേ സമയത്ത് തന്നെ ശ്രീരാമചന്ദ്രന്റെ പിതാവായ ദശരഥൻ പ്രജകൾക്ക് കൊടുത്തിട്ടുള്ള വാക്ക് ഇവിടെ ലംഘിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു രാജാവിന്റെ ഉത്തരവാദിത്വം തന്റെ പ്രജകളോടാണോ തന്റെ പത്നിയോടാണോ പ്രധാനമായിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ശ്രീരാമചന്ദ്രൻ തന്നെ പിൽക്കാലത്ത് നമുക്ക് മറുപടി തരുന്നു. പ്രജകളോടുള്ള ഉത്തരവാദിത്വമാണ് പ്രധാനമായിട്ടുമുള്ളത്, പത്നിയോടുള്ളതല്ല. കാരണം അതിന്റെ ഭാഗമായിട്ടാണ് പത്നിയെ കാട്ടിൽ കൊണ്ട് കളയാൻ അദ്ദേഹം തന്റെ അനുജനായ ലക്ഷ്മണ സ്വാമിയോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു രാജാവിന്റെ പ്രഥമമായ കർത്തവ്യം തന്റെ പ്രജകളോടാണെന്നിരിക്കെ ശ്രീരാമചന്ദ്രൻ തന്റെ അച്ഛൻ തന്റെ ചിറ്റമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് പോയത്. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് മകൻ പോയതെങ്കിലും അച്ഛൻ പ്രജകൾക്ക് കൊടുത്ത വാക്കിനെ പറ്റിയിട്ട് മകൻ അവിടെ മറന്നു പോകുന്നില്ലേ എന്ന് നമുക്ക് ഗ്രഹിക്കാം. കാട്ടിലേക്ക് ചെന്ന ശ്രീരാമചന്ദ്രൻ, സീതാസമേതനായ ശ്രീരാമചന്ദ്രൻ, സീതാലക്ഷ്മണ സമേതനായ ശൂർപ്പണഖ കാണുന്ന ഒരു ഭാഗമുണ്ട് രാമായണത്തില്. ശൂർപ്പണഖ കാമാതുരയായിട്ട് ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ചെന്ന് തന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ശൂർപ്പണഖയെ ഒരു ഫുട്ബോൾ ഇട്ട് തട്ടി കളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയച്ച് കളിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കുന്ന ഘട്ടത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം ശ്രീരാമചന്ദ്രൻ ശൂർപ്പണഖയോട് പറയുന്നുണ്ട്, ലക്ഷ്മണനാണ് ഒരു സ്ത്രീയുടെ ആവശ്യം, കാരണം അവൻ വിഭാര്യനാണ്. ഞാൻ സഭാര്യനായതുകൊണ്ട് എന്നെ വെറുതെ വിടുക, വിഭാര്യനായ ലക്ഷ്മണനാണ് ഒരു സ്ത്രീയുടെ ആവശ്യം എന്ന് പറഞ്ഞു. ഇത് വാസ്തവ വിരുദ്ധമാണ്. കാരണം ലക്ഷ്മണന് ഒരു സ്ത്രീയുടെയും ആവശ്യമില്ലായിരുന്നു എന്ന് ലക്ഷ്മണനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ശ്രീരാമചന്ദ്രൻ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞ നിഷ്കളങ്കം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കള്ളം ആണ് ശൂർപ്പണഖയുടെ മൂക്കും മുലയും ഛേദിക്കുവാൻ ഇടയാക്കിയത്. ശൂർപ്പണഖയുടെ ഒരു സ്ത്രീയുടെ മൂക്കും സ്തനങ്ങളും ഛേദിക്കപ്പെടുന്നത് മരണത്തെക്കാൾ ഭയാനകമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യം ഇല്ലാതെയാക്കുന്നത് മരണത്തെക്കാൾ ഭയാനകമാണ്. അങ്ങനെ മൂക്കും മുലയും ഛേദിക്കപ്പെട്ട ശൂർപ്പണഖ തന്റെ സഹോദരനായ രാവണന്റെ അടുത്ത് ചെന്ന് കേഴുകയും ആ കേഴലിന്റെ ഭാഗമായിട്ട് ചില കള്ളത്തരങ്ങൾ ശൂർപ്പണഖയും പറയുന്നു. അത് കേട്ട് ആണ് ശ്രീരാമചന്ദ്രന്റെ പത്നിയായ സീതാദേവിയെ കട്ടുകൊണ്ടു പോകുവാനായിട്ട് ഉദ്യമിക്കുന്നതും ഒക്കെ സംഭവിക്കുന്നത്. ശ്രീരാമചന്ദ്രന്റെ നിഷ്കളങ്കമാണെന്ന് തോന്നിക്കുന്ന ഒരു കള്ളത്തരത്തിൽ നിന്ന്, അത് കള്ളം അങ്ങനെ പറയുന്നത് എത്ര കണ്ട് ശരിയാണ് എന്നറിയില്ല, പക്ഷെ അത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വാക്കുകളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞ ഒരു ചെറിയ നുണയാണ് ഈ ശൂർപ്പണഖയുടെ സംഭവത്തിന്റെയൊക്കെ കാരണമായിട്ടുള്ളത്. ബാക്കി കഥ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് കഥയെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നില്ല. ശ്രീരാമചന്ദ്രൻ ഇതേപോലെ വേറൊരു സമയത്തും കൂടി ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്. സീതാദേവിയെ കാട്ടിൽ കൊണ്ടുപോയി വിടുവാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുമ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നത്, തലേ ദിവസം രാത്രി സീതാദേവി തനിക്ക് കാടൊക്കെ ഒന്ന് കാണണം, ഗർഭിണിയായ സീതാദേവിയുടെ യാക്കൂണ് എന്ന് വിളിക്കാവുന്ന ഒരു ആഗ്രഹം, അതായത് ഗർഭകാലത്തുണ്ടാകുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം എന്നാണ് ഭാരത സംസ്കാരം. അങ്ങനെ ഗർഭിണിയായ സീതാദേവിക്ക് ആഗ്രഹമുണ്ടാവുകയാണ് താൻ പണ്ട് സഞ്ചരിച്ച് ആസ്വദിച്ചിരുന്ന കാടിന്റെ ഭംഗി ഒന്നും കൂടി ആസ്വദിക്കണം എന്ന് തന്റെ പതിയായ ശ്രീരാമചന്ദ്രനോട് പറയുന്നുണ്ട്. അത് ശ്രീരാമചന്ദ്രൻ ഓർക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്, ആ കാരണം പറഞ്ഞ് കാട് കാണിക്കാനാണ് എന്ന കാരണം പറഞ്ഞ് സീതാദേവിയെ കാട്ടിൽ കൊണ്ടുപോയി കൊടും വനാന്തരത്തിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് വരാൻ പറയുകയാണ്. കാരണം തന്റെ പ്രജകളിൽ ഒരാളായ രജകന്റെ പത്നി സീതാദേവിയെ പറ്റി ചില അപവാദങ്ങൾ പറയാനിടയായി എന്ന് ചാരന്മാർ മുഖേന ശ്രീരാമചന്ദ്രൻ കേട്ടു. അങ്ങനെ തന്റെ ഭാര്യയെ പറ്റിയിട്ട് ഒരു ചെറിയ അപവാദം പോലും കേൾക്കാൻ തയ്യാറല്ലാത്ത, അത് കേൾക്കുന്നത് അസഹ്യമായി തോന്നിയ ശ്രീരാമചന്ദ്രൻ, രാജാവ് എന്നുള്ള നിലയിൽ തന്നെ പറ്റി ആരും അപവാദം പറയാൻ പാടുള്ളതല്ല എന്ന നിഷ്കർഷയുള്ള ശ്രീരാമചന്ദ്രൻ
തന്റെ പത്നിയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ ശ്രീരാമചന്ദ്രൻ ഒരു കാര്യം മറന്നുപോയോ എന്ന് നമുക്ക് തോന്നും. സീതാദേവിയും ശ്രീരാമചന്ദ്രന്റെ പ്രജകളിൽ ഒരുവൾ തന്നെയായിരുന്നു.